കൂനമ്പാടി നിൽക്കുമ്പോഴും ബിജെപിയുടെ സ്വീകാര്യത സമ്മതിക്കാതെ വർഗീയത നിറഞ്ഞ പാർട്ടിയെന്ന് ബിജെപിയെ വിശേഷിപ്പിച്ച് ഗോവിന്ദൻ മാഷിന്റെ പുച്ഛം. പാർട്ടിയുടെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. തിരിച്ചടികളെ അതിജീവിച്ച അനുഭവമുണ്ട് എന്ന ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സ്വയം ആശ്വസിക്കുമ്പോഴും ബിജെപിയെ കുത്തിപ്പറയുകയാണ് എം.വി. ഗോവിന്ദൻ. ഗോവിന്ദൻ മാഷിനോടും മണിയാസോനോടും ചിലതൊക്കെ പറയാനുണ്ടെന്ന് പൊതുസമൂഹം പറയുന്നു. നിങ്ങളെപ്പോലുള്ളവരാണ് ഈ പാർട്ടിയുടെ പോരായ്മ. നായനാരും EMSഉം പ്രവർത്തകരായിരുന്ന കാലത്ത് നിന്ന് ഒരൊറ്റ ഇടത് നേതാവിനെ പോലും മനസ്സിലേറ്റാതെ കേരള സമൂഹം ഇന്ന് മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങളെപ്പോലുള്ളവരാണ്. നിങ്ങളുടെ എല്ലില്ലാത്ത നാവാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതികരിച്ച മണിയാശാൻ നടത്തിയ പ്രസ്താവന അഭിമാനമുള്ള ഏതെങ്കിലും ഒരു വോട്ടർ കേട്ട് നിൽക്കുമോ? കഴിച്ച ഭക്ഷണത്തിന്റെ കണക്ക് പറയുന്നത് എത്ര മ്ലേച്ഛമായ സംഗതിയാണ് എന്നത് മണിയാശാനും അറിയാം. ഏറ്റവും ഇളമുറക്കാരിയായ ആര്യ രാജേന്ദ്രനെ പടിയടച്ചു പിണ്ടം വെച്ചതിന് തുല്യമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. അതൊക്കെ ഓർത്ത് അവിടുന്ന് തിരുത്തലുകൾ വരുത്തി തുടങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടമായത് തിരിച്ചുപിടിക്കാം. അല്ലെങ്കിൽ മുമ്പുള്ളതുപോലെ ഓച്ഛാനിച്ചു നിൽക്കാൻ ഇന്ന് കേരള സമൂഹം ഉണ്ടാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് LDF-നുണ്ടായത് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. LDF-ന്റെ അടിത്തറ തകർന്നിട്ടില്ല. LDF വിരുദ്ധ വികാരമില്ല. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി തിരിച്ചുവരും. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. LDF-ന്റെ അടിത്തറ തകർന്നിരിക്കുന്നു എന്ന പ്രചാരണം ചിലർ നടത്തുന്നുണ്ട്. എന്നാൽ പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നത് പ്രധാനമാണ്. LDF-ന്റെ അടിത്തറയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വർഗീയ ശക്തികളുമായി ചേർന്നാണ് UDF മത്സരിച്ചത്. LDF-നെ പരാജയപ്പെടുത്താൻ UDF വോട്ടുകൾ BJPക്കും തിരിച്ചും കൈമാറി. മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ശക്തികളുമായി നല്ല യോജിപ്പോടുകൂടിയാണ് UDF മത്സരിച്ചതെന്ന് M.V. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ പതിവ് വാചകങ്ങളിൽ നിരത്തി ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പതിവ് പോലെ വർഗീയതയെ പഴിച്ചും തോൽവിയുടെ കാരണങ്ങൾ പഠിക്കുമെന്ന് പ്രഖ്യാപിച്ചും മുഖ്യമന്ത്രി മുഖം രക്ഷപ്പെടുത്തി. തങ്ങൾ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത് എന്നും മികച്ച മുന്നേറ്റം നടത്താൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA നേടിയ വിജയം ആശങ്കപ്പെടുത്തുന്നതാണ്. വർഗീയ ശക്തികളുടെ തന്ത്രങ്ങളിലും പ്രചാരണങ്ങളിലും ജനങ്ങൾ അകപ്പെടാതിരിക്കാൻ ഇനിയും ശക്തമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇനി ഒരു പുതിയ ചോദ്യം എല്ലാവരുടെ മുന്നിലും ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പ് നടന്ന 100-ൽ 50 സീറ്റ് നേടി ചരിത്ര മുന്നേറ്റം നടത്തിയ BJPയുടെ മേയർ ആരാകും എന്നതാണ്. VV രാജേഷിനെ മേയറായി ഉയർത്തിക്കാട്ടുന്നുണ്ട് എങ്കിലും മുൻ DGP R ശ്രീലേഖയ്ക്കും സാധ്യതകൾ ഏറെ. കേരളത്തിലെ ആദ്യത്തെ IPS വനിതാ ഉദ്യോഗസ്ഥ എന്ന പരിചയ സമ്പത്ത് R ശ്രീലേഖയ്ക്ക് മുതൽക്കൂട്ടാവും എന്നാണ് കരുതുന്നത്. BJP കേന്ദ്ര നേതൃത്വം ഏറെ ഉറ്റുനോക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. ഒരു ഉയർന്ന പ്രൊഫൈലും സ്ത്രീ എന്ന പരിഗണനയും എടുത്താൽ ശ്രീലേഖയ്ക്ക് സാധ്യത ഏറെയാണ്. എന്നാൽ പൊതുരംഗത്തെ പരിചയക്കുറവ് ഒരു പോരായ്മയാണെന്നും വിലയിരുത്തുന്നു. കാത്തിരുന്ന് ലഭിച്ച കോർപ്പറേഷൻ ഭരണപരിചയമുള്ള കൈകളിൽ എത്തിക്കാനാണ് BJP ശ്രമിക്കുക. ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയം, കോർപ്പറേഷനിലെ BJP മുഖമെന്ന ഇമേജും പരിഗണിച്ചാൽ VV രാജേഷിനാണ് മുൻതൂക്കം എന്നും സൂചന. യുവാവ് എന്ന പരിഗണന കൂടി കണക്കിലെടുത്താൽ കേരളത്തിലെ ആദ്യ മേയർ സ്ഥാനം VV രാജേഷിന്റെ കൈകളിൽ എത്തിയേക്കാം. കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ സമരങ്ങൾ നയിച്ചത് രാജേഷ് ആയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.